നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് എണീക്കുന്നു. നല്ല പുതുമയുള്ള ആശയാക്കി പാവല്ലേ. ലക്കിയെ കുറിച്ച് അധികം ഒന്നും പറയാനില്ല. അവ ഒരു കഥയില്ലാത്തവനാണ്. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. കുട്ടിക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? രാവിലെ ദോശ, ഇഡ്ഡലി, പുട്ട് ഒക്കെയാണ് സാധാരണ കൊടുക്കാറ്. ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചപ്പാത്തി, അത് നിർബന്ധമാണ്. അല്ല, നിങ്ങൾ എന്താ കുട്ടിക്ക് കൊടുക്കാറ്? ചായ. ആരാണ് വെറോണിക്ക? ശരിക്കും ദീപ്തി ചേച്ചിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടോ? ശരിക്കും ദീപ്തി ചേച്ചിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവന്റെ ഫോണിലെ UPS നോക്കി ഇങ്ങനെ വന്നു. UPS അല്ല, GPS. JPS. എന്തെങ്കിലും കഴിച്ചില്ലേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യും, ചപ്പാത്തി ഞാൻ പരത്താം, കറി നീ ഉണ്ടാക്കും. എന്ത് കറിയാ വേണ്ടേ? ഞാൻ നമ്മുടെ FD പൊട്ടിച്ചു 2 ലക്ഷം രൂപ അവക്കം കൊടുത്തു. ഈ വരുമാനമില്ലാത്ത സമയത്ത് തന്നെ നിനക്ക് കാശ് കടം കൊടുക്കണമല്ലേ? നീ ഒന്നും പണയണ്ട. വിളി ആ വെറോണിക്ക് വിളി. അല്ലെ വേണ്ട, അവളുടെ ക്ലാപ്പം ഭർത്താവിന്റെ നമ്പർ എന്റെ അങ്ങനെ വിളിക്കാം. നീ ഒന്നും പണയണ്ട. ഈ വരുമാനമില്ലാത്ത സമയത്ത് എന്ത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ. ഞാനും പറ്റിക്കാൻ പറഞ്ഞത്. ഞാൻ പറ്റിക്കാൻ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. അതിന് നമുക്ക് ഏത് FD? അവളുടെ വാർഡിൽ കുറെ കാലമായിട്ട് നടക്കാതെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നടത്താൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്തവണ മത്സരിക്കുന്നത്. അച്ഛനൊന്നും പറയാനില്ല. എനിക്ക് 12 ലൈക്ക് കിട്ടിയ ഫോട്ടോയ്ക്ക്. അപ്പൊ ഇന്ന് വൈകിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് വൈകിട്ട് 3 മണിക്ക് കവടിയാർ വെച്ച് കാണുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കേ. ഇന്ന് രാവിലെ പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു ഉഗ്രൻ ഐഡിയ എനിക്ക് വന്നു. ജീവനിൽ മുകിലായി മാറിന മഴയായി പെയ്തിടാ കരയരുതേ ഓമലേ. കലാലോലം കണ്ണുകൾ കളിച്ചെണ്ടായി കൽപ്പന നറും തേനോ നിൻ സ്വരം നിലാപ്പൂവോ നിൻ മനം മിഴിക്കോണിൽ അഞ്ജനം മൊഴിപ്പൂവിൽ സാന്ത്വനം കിനാവാകും മഞ്ചലിൽ വരൂ നീ എൻ ജീവനിൽ. V for വ്ളോഗർ വിധു. പാട്ടിനൊപ്പം അല്പം വ്ളോഗിംഗ് കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. 12 വർഷം മുമ്പ് താലി കെട്ടിയതാ, പിന്നെ ഇതാ കെട്ടുന്ന. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? അപ്പൊ നമ്മളിന്ന് ഗ്രാൻഡ് ഫിനാലെ തകർക്കില്ലേ? പൊളിക്കും. നമ്മുടെ ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയി തിരിച്ച് കോളേജിലേക്കൊക്കെ പോയാൽ മതി. അപ്പൊ ഞങ്ങളെല്ലാം ഇത്തിരി സങ്കടത്തിലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ഓഗസ്റ്റിൽ തുടങ്ങി നമ്മള്. ഇത്ര ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുമിച്ചുണ്ടാവുന്നത് എനിക്ക് എന്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ 4ന്റെ വരവ് അതപ്പ തന്നെ ഞാൻ എടുത്ത് മെയിൽ അയച്ചു വെച്ച് ഓള് വന്ന് ഓൺലൈൻ ഓഡിഷനിൽ പങ്കെടുത്ത് ഫൈനലായി സിമിലായി നമ്മളങ്ങ് ഹാപ്പിയായി. ഞാനും ഇനി പാട്ട് പാടി സൂപ്പർ 4. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാളെ ഞങ്ങളുടെ കല്യാണമാണ്. എല്ലാവർക്കും ഞങ്ങളുടെ കല്യാണത്തിലേക്ക് സ്വാഗതം. വന്നല്ലോ മണവാളൻ. ഈശ്വര, ഇതെന്ത് കുണുങ്ങി ഇറങ്ങി വരുന്നു. ബാഹുബലിയിലെ കുതിരയ്ക്ക് പോലും കാണില്ലല്ലേ ഇത്രയും. നമുക്ക് കേക്ക് കഴിച്ചാം. ലക്കു കഴിക്കലക്കു വേണ്ടേ? എന്താ അവനും കാണൂലേ ജീവനി കുതി. ആലങ്കുയിൽ കൂവും റയിൽ ആരീരാരോ ഏലേലേലോ യാവും ഇസൈ ആകുമടാ കണ്ണാ. ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം. ശിശിരകാലം പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന പാതിയും ചിമ്മാത്ത
മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു ഞാൻ. പീലി നീട്ടിയ പൊന്മയിലായി അവളാടി മേഘ ചിറകടിയായി കുളിരുമായി ധാവണിക്കനവിലെ അഴകായി അവൾ നടന്നു. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ വിധു പ്രതാപും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രശസ്ത നർത്തകിയായിട്ടുള്ള ദീപ്തി വിധു പ്രതാപും ചേർന്ന് ഒരു പ്രത്യേക പരിപാടി ആവിഷ്കരിച്ചു. ഇപ്പൊ കണ്ട ഒരു വ്ളോഗറിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും എനിക്കില്ലേ? അല്ലെങ്കിൽ വിളിച്ചേട്ടാ, നമുക്ക് ബോധവൽക്കരണം ചെയ്താലോ? എൻ്റെ സ്വീറ്റ് ചാലഞ്ച്. നിങ്ങളൊരു ടീനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അല്ല, എനിക്കുണ്ട്, ചേട്ടനൂടെ തരട്ടേന്ന്. അപ്പം നല്ല പേടിയുണ്ട്, എന്നാലും മാസ്ക് നേരെ ചൊവ്വേ വെക്കരുത്. എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെ പറയുന്നത് നമ്മുടെ കൂടെ നല്ലതിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതെന്ത് ബഹളോ ഇത്? ഇത് ഏത് വീട്ടിൽ വളർത്തുന്നതാ? അത് വല്ല സൈബർ പോലീസും ആയിരിക്കുമെന്നേ. എന്ത് കണ്ടാലും കുറച്ചോളൂ. തേന്മഴ നിന്നിലെ സ്നേഹമായൊരു മണി വീണയാ. ഒന്ന് ചിരിക്കൂ ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ ചിരിക്കൂ, ഒന്നായി ചിരിക്കൂ. ഒന്ന് ചിരിക്കൂ ചിരിക്കൂ, ഒന്ന് ചിരിക്കൂ ചിരിക്കൂ. ഇത് ബെഡ്റൂം. സ്റ്റുഡിയോ കേംബ്രിഡ്ജ് വഴി എന്റെ ജോലി. സ്റ്റീലക്സ്. എത്ര എത്ര വീഡിയോസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കിയേ. ആരെങ്കിലും തിരിഞ്ഞു നോക്കണമെങ്കിൽ ആദ്യം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അതിനൊരു പ്ലാൻ ഉണ്ട്. എന്താണ്? പ്രണയമാസമൊക്കെ വരികയല്ലേ, ഒരു ഒറിജിനൽ സോങ്ങുമായി വന്നാലോ എന്നാണ് എന്റെ പ്ലാൻ. പക്ഷെ നമ്മുടെ പ്രണയമല്ല കേട്ടോ. അല്ലേ? അല്ല, നമ്മുടെ പ്രണയം പറയാം. കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താ ഏതാന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ പറയാം. Stay tuned.